മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചു. അമ്മയ്ക്കും ഭാര്യയ്ക്കുമൊപ്പം സുരേഷ് ഗോപി ഡൽഹിയിലെത്തും. ഉടൻ വസതിയിലെത്താൻ ആവശ്യപ്പെട്ട് നരേന്ദ്രമോദി വിളിച്ചുവെന്ന് സുരേഷ് ഗോപി അറിയിച്ചു. എന്നാൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. അദ്ദേഹം വിളിച്ചു, നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു. എത്തുന്നു. ബാക്കിയെല്ലാം പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആയിരിക്കണം പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അല്പസമയത്തിനകം സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കും. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. പ്രതീഷ്, ഒടുവിൽ അദ്ദേഹം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. അദ്ദേഹം പുറപ്പെടുമോ, പോകുന്നുണ്ടോ, ക്ഷണം ലഭിച്ചോ? ഇക്കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളും സൂചനകളും ഒക്കെ ഉണ്ടായി. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നില്ല, ഞാൻ അങ്ങോട്ട് പുറപ്പെടുന്നു എന്ന് മാത്രം. സ്മിത, തീർച്ചയായും. കാരണം സുരേഷ് ഗോപി സിനിമകളെ പോലെ തന്നെയുള്ള സസ്പെൻസുകളായിരുന്നു കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഉണ്ടായിരുന്നത്. സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ പോലും ഒരു അന്തിമ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായാണ് നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോൾ സുരേഷ് ഗോപിക്ക് വരുന്നതും എത്രയും വേഗം ഡൽഹിയിൽ എത്തിച്ചേരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വിമാനം ഇവിടെ നിന്ന് പുറപ്പെടും. നേരെ ബാംഗ്ലൂരിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കുമാണ് സുരേഷ് ഗോപി എത്തുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോലും പങ്കെടുക്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു സുരേഷ് ഗോപി സ്വീകരിച്ചിരുന്നത്. കാരണം ഈ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് താൻ ഇല്ല എന്ന ദേശീയ നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. അതിന് കാരണമായി സുരേഷ് ഗോപി പറഞ്ഞത് നേരത്തെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനുള്ള സിനിമകളെ കുറിച്ചായിരുന്നു. 4 സിനിമകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ 2 സിനിമകളുടെ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിയായാൽ ഇത് പൂർത്തീകരിക്കുന്നതിന് തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെ താൻ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് ഇല്ല എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചിരുന്നത്. പക്ഷേ ഇത് കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചില്ല. സുരേഷ് ഗോപിയുടെ എത്രയും വേഗം ഈ ചടങ്ങിൽ എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിനനുസരിച്ചാണ് സുരേഷ് ഗോപി പുറപ്പെട്ടത്. ഈ ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് കണക്ഷൻ ഫ്ലൈറ്റ് വഴി ഇപ്പോൾ സുരേഷ് ഗോപി പോകുന്നത്. അല്പസമയം മുമ്പ് സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രതികരിച്ച കാര്യം, തനിക്ക് മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല, എത്രയും വേഗം ഡൽഹിയിലെ വസതിയിലെത്താൻ നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ താൻ പുറപ്പെടുന്നു എന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം. ഈ കേന്ദ്രമന്ത്രിയാകുമോ അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകളായിരിക്കും, ക്യാബിനറ്റ് പദവി ലഭിക്കുമോ എന്ന ചോദ്യത്തിനും അതെല്ലാം തീരുമാനിക്കേണ്ടത് താനല്ല, തന്നെ വിളിച്ചു, താൻ അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള മറുപടിയിൽ മാത്രം സുരേഷ് ഗോപി തന്റെ പ്രതികരണം ഒതുക്കി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് ഏത് വകുപ്പുകളായിരിക്കും, ക്യാബിനറ്റ് പദവി സുരേഷ് ഗോപിക്ക് ലഭിക്കുമോ എന്നുള്ള ഒരു സസ്പെൻസ് കൂടി മാത്രമേ ഇനി പുറത്തു വരാനുള്ളൂ. എന്തായാലും വലിയ ആകാംക്ഷകൾ നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു. സുരേഷ് ഗോപിയുടെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ രാവിലെയോട് കൂടി എത്തുമ്പോൾ പോലും വീട് അടച്ചിട്ട നിലയിലായിരുന്നു. മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തന്നെ സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ഇന്ന് രാവിലെയോടുകൂടി ഡൽഹിയിലേക്ക് സുരേഷ് ഗോപി പോകുമെന്ന അറിയിപ്പാണ് ആദ്യം ലഭിച്ചത്. പക്ഷേ 6:15 വിമാനത്തിൽ സുരേഷ് ഗോപി പോയില്ല. പിന്നീട് സുരേഷ് ഗോപി പോകുമോ എന്ന കാര്യത്തിലും മറുപടി പറഞ്ഞില്ല. അങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ വീട്ടിൽ മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുമ്പോഴും കൃത്യമായൊരു സ്ഥിരീകരണം അവിടെ നിന്നും ലഭിച്ചില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഡൽഹിയിൽ നിന്ന് നിയുക്ത പ്രധാനമന്ത്രിയുടെ കോൾ സുരേഷ് ഗോപിക്ക് എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് വഴി സുരേഷ് ഗോപി പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ നിന്ന് സുരേഷ് ഗോപി പോകും. സുരേഷ് ഗോപിക്കൊപ്പം അമ്മയും ഭാര്യയുമുണ്ട്. അവിടെ എത്തിയ ശേഷമായിരിക്കും മറ്റ് തീരുമാനങ്ങൾ എന്തായാലും അറിയാൻ കഴിയുക. നേരത്തെ തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളായിരുന്നു സുരേഷ് ഗോപി പങ്കുവച്ചത്. പക്ഷേ കേരളത്തിൽ നിന്ന് ആദ്യമായി BJPക്ക് വേണ്ടി അക്കൗണ്ട് തുറന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. വലിയ തിളക്കമാർന്ന ഒരു വിജയമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി ആകുമെന്ന കാര്യത്തിൽ ഏകദേശം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. പക്ഷേ സുരേഷ് ഗോപി ഈ കേന്ദ്ര മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിലെ വിമുഖതയാണ് ഇതിൽ വലിയ തരത്തിലൊരു സസ്പെൻസ് ഉണ്ടാക്കിയത്. മാത്രമല്ല കേന്ദ്രമന്ത്രിയാകാനില്ല എന്ന സുരേഷ് ഗോപിയുടെ നിലപാടിൽ BJP സംസ്ഥാന നേതൃത്വത്തിനും ചില അതൃപ്തി ഉണ്ടായിരുന്നു. കാരണം കേരളത്തെ സംബന്ധിച്ച് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് കേന്ദ്രമന്ത്രി പദം. അത് ഏറ്റെടുക്കാനില്ലെന്ന നിലപാട്
സംസ്ഥാന നേതൃത്വവും അതൃപ്തിയായി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് വിളിക്കുകയായിരുന്നു. അതോടുകൂടിയാണ് ഈ ആശങ്കകൾ ഒപ്പം അനിശ്ചിതത്വം എല്ലാം തന്നെ അവസാനിച്ചതും സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോയതും. ടൂറിസം, സാംസ്കാരികം ഈ വകുപ്പുകളായിരിക്കും സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്നതാണ് ഇപ്പോൾ ഏകദേശം. അതുപോലെ ഈ കാര്യം കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ എങ്കിലും സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട്. തൃശ്ശൂരിലെ എൻ്റെ വോട്ടേഴ്സിനോട്, എന്നെ തിരഞ്ഞെടുത്തവരോട്, കേരളത്തിലുള്ളവരോട്, അവരെന്നെ ഇവിടെ എത്തിച്ചു, അവരോട് ഞാൻ നീതി പുലർത്തും. ആ രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞതും എന്നുള്ള രീതിയിൽ കൂടി അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ നമ്മൾ കേട്ടു. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ഒരു കക്ഷി രാഷ്ട്രീയ ഭേദം ഒന്നും നോക്കാതെ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ഒരേ വികാരത്തോടു കൂടിയാണ് തൃശ്ശൂർക്കാർ അതിനെ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ അവരെ നിരാശപ്പെടുത്താതെ തന്നെ മുന്നോട്ട് പോകും പ്രവർത്തനങ്ങളുമായി എന്ന കാര്യവും വ്യക്തമാക്കുന്നു അല്ലേ? സ്മിത, തീർച്ചയായും. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റമാണ് പല മണ്ഡലങ്ങളിലും BJP നേടിയത്. മാത്രമല്ല, തൃശ്ശൂരിൽ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ഒതുങ്ങുന്ന വിജയമായിരുന്നില്ല സുരേഷ് ഗോപിക്കും. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര മന്ത്രിപദം എന്തായാലും കേരളത്തിന് ഉറപ്പായിരുന്നു. ആ ഒരു പരിഗണന തന്നെയാണ് ഇപ്പോൾ ഈ BJP ദേശീയ നേതൃത്വം കേരളത്തിനും ഒപ്പം സുരേഷ് ഗോപിക്കും നൽകിയിരിക്കുന്നത്. ആ നിർദ്ദേശം സുരേഷ് ഗോപി ഇപ്പോൾ പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നേരത്തെ തന്നെ സുരേഷ് ഗോപി പ്രഖ്യാപിച്ച ഒരു നിലപാടുണ്ട്. താൻ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്കില്ല, പക്ഷേ നരേന്ദ്രമോദി അല്ലെങ്കിൽ ദേശീയ നേതൃത്വം തന്നോട് ആവശ്യപ്പെട്ടാൽ താൻ അത് നിരസിക്കില്ല. ഇതായിരുന്നു സുരേഷ് ഗോപി സ്വീകരിച്ചിരുന്ന നിലപാട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും സുരേഷ് ഗോപി പിന്തുടരുന്നതും. കാരണം ആദ്യം ഈ കേന്ദ്ര മന്ത്രിപദത്തിലേക്കില്ല എന്നൊരു നിലപാട് സുരേഷ് ഗോപി സ്വീകരിക്കുന്നു. ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെടുന്നു. സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുന്നു. ഇതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്ര മന്ത്രിപദത്തിലേക്ക് സുരേഷ് ഗോപി എത്തുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന ഒറ്റ മറുപടിയിലാണ് എന്തായാലും സുരേഷ് ഗോപി പ്രതികരണം നടത്തിയിരിക്കുന്നത്. ബാക്കി മറ്റ് തീരുമാനങ്ങൾ വന്ന ശേഷം പ്രതികരിക്കാമെന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ജയിപ്പിച്ച തൃശ്ശൂരിലെ ജനങ്ങളോട്, ഒപ്പം കേരളത്തിലെ ജനങ്ങളോട് കൂറ് പുലർത്തും. പൂർണ്ണമായ നീതി ആ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും. മാത്രമല്ല, കേരളത്തിലെയും തമിഴ്നാട്ടിലെയും MP ആയി താൻ പ്രവർത്തിക്കുമെന്നതാണ് സുരേഷ് ഗോപി പ്രതികരണമായി പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി ഉള്ള ചെറിയ സസ്പെൻസ് ഏത് വകുപ്പായിരിക്കും, കേന്ദ്ര ക്യാബിനറ്റ് പദവി സുരേഷ് ഗോപിക്ക് ലഭിക്കുമോ, ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഇനി വ്യക്തത വരാനുള്ളൂ. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം രാഷ്ട്രപതിക്ക് സമർപ്പിച്ച ഈ കേന്ദ്ര മന്ത്രിമാരുടെ പട്ടികയിലും സുരേഷ് ഗോപി ഇടം പിടിച്ചിരുന്നു. പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു നിലപാടാണ് ചില അനിശ്ചിതത്വങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാക്കിയത്. പക്ഷേ ഈ നിയുക്ത പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടതോടുകൂടി തന്നെ ആ അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നു. സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. സ്മിത, MG പ്രതീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. വിമാനത്താവളത്തിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്.